നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വിഭവം കപ്പ ബജിയാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കപ്പയുണ്ടെങ്കിൽ, അതായത് ഒരു കപ്പയുടെ ചെറിയൊരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കപ്പ ബജി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റിൽ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ കട്ട് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. ഒരു ഷേപ്പിലാണ്. നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാനിതൊന്ന് ഹാഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും കനത്തിലാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇതപ്പോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഓരോന്നും എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. വീട്ടിലുള്ള മിക്കവാറും പച്ചക്കറികളുകൊണ്ട് നമുക്ക് ഇതുപോലെ ബജി ഉണ്ടാക്കാം. ഇനി നമുക്ക് ബജിക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനൊരു കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കാശ്മീരി ചില്ലി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി കൂടിയ സോഡാ പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഒരു 2 നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് വേപ്പിലയും കൂടി കീറിയിട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. അതായത് ഇതുപോലെ. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ ബാറ്റർ കുറച്ചും കൂടി അല്പം കൂടി ലൂസാവും. ആ ബജിയുടെ കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കപ്പ പീസ് ബജി മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ വെച്ചോ കോരി ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് റൗണ്ട് ഷേപ്പ് ആയത് കാരണം നമുക്ക് ഇങ്ങനെ മറിച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ മുരിയാത്ത ഭാഗം ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവിലെ ബാറ്റർ കൊണ്ട് ഒരുപാട് കപ്പ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പ മാത്രമല്ല, മറ്റുള്ള പച്ചക്കറികൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നല്ല ടേസ്റ്റിൽ ബജി വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.